അവസരത്തിലും അനവസരത്തിലും പലപ്പോഴും നമ്മൾ പ്രത്യേക അർത്ഥമൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ലോകക്രമം. ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിഗമനം. ദ വേൾഡ് ഓർഡർ ചേഞ്ചസ്. അത് പീരിയോഡിക്കായിട്ട് മാറ്റം വരും. പക്ഷേ എപ്പോഴും നമ്മളത് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ 2025 വർഷം ലോകക്രമം ഒരു ഗ്ലോബൽ ഓർഡർ കാര്യമായ മാറ്റം മറിച്ചിലിന് വിധേയമായ വർഷമാണ്. അതിന് മുൻപ് നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ 1930കളിൽ വലിയ ചേഞ്ചസാണ് ഉണ്ടായത്. അത് ഇൻ്റർ വാർ പീരീഡിലെ ഗ്രേറ്റ് ഇക്കണോമിക് സ്ലോ ഡൗൺ, റിസെഷൻ. അപ്പോൾ ആകപ്പാടെ ലോകത്തെ വിപണികളെല്ലാം കുടഞ്ഞെറിയപ്പെട്ടു. അപ്പോൾ സമവാക്യങ്ങളിൽ, രാഷ്ട്രീയ ശാക്തിക സമവാക്യങ്ങളിൽ മാറ്റം വന്നു. ഈ ജർമ്മനിയിൽ ഹിറ്റ്ലറും ഇറ്റലിയിൽ മുസോളിനിയും ഒക്കെ അധികാരത്തിൽ വന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു മാന്യവുമായി ബന്ധപ്പെട്ട ഒരു ചേഞ്ച് ഇൻ വേൾഡ് ഓർഡറാണ്. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച 1945 മറ്റൊരു ക്രമത്തിന് തുടക്കം കുറിക്കുകയാണ്. അതായത് പഴയ ക്രമം, യൂറോസെൻട്രിക് വേൾഡ് ഓർഡർ കെയിം ടു ആൻ എൻഡ്. ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് ഒരു ലോകക്രമം വരികയാണ്. അതോടൊപ്പം തന്നെ ശീതയുദ്ധവും തുടങ്ങുകയാണ്. ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ റഷ്യയും സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ഒരു വശത്തും അമേരിക്കയും യൂറോപ്യൻ പാർട്ട്നേഴ്സും മറുവശത്തുമായി ശീതയുദ്ധം. അത് മറ്റൊരു ക്രമമാണ്. എന്നാൽ അതിനുശേഷം വന്ന ക്രമമെന്ന് പറയുന്നത് ഒരു യൂണിപോളാർ ഓർഡറാണ്. ഒരു 1990 91 കാലഘട്ടത്തിൽ റഷ്യ തകർന്നു. സോവിയറ്റ് യൂണിയൻ 15 ഘടകങ്ങളായി ചിതറി. കമ്മ്യൂണിസം ഏതാണ്ട് അവിടെ അവസാനിച്ചു. അങ്ങനെ വന്നപ്പോൾ അമേരിക്കയുടെ മാത്രം ഒരു തേർവാഴ്ച, അത് യൂണിപോളാറിസം എന്ന് വേണമെങ്കിൽ പറയാം, അത് തുടരുകയാണെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും 2008-9 വർഷം ലോക മാന്യത്തിൻ്റെ മറ്റൊരു വർഷമാണ്. ആഗോള സാമ്പത്തിക മാന്യം, ഗ്ലോബൽ മെൽറ്റ് ഡൗൺ, അത് സംഭവിച്ചപ്പോൾ ലോക വിപണികൾ വീണ്ടും തകർന്നടിച്ചു. വികസിത രാജ്യങ്ങൾ കുറച്ച് ഷ്രിങ്ക് ചെയ്തു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ വലിയ ചുരുക്കം അനുഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ G20 എന്ന ഒരു പുതിയ ലോക ബോഡി നിലവിൽ വരികയാണ്. അതിനു മുമ്പ് വികസ്വര രാജ്യങ്ങളുടെ, പ്രധാനപ്പെട്ട വികസ്വര രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾ G15, വികസിത രാജ്യങ്ങളുടെ G7, അതോടൊപ്പം റഷ്യയും കൂടി ചേർക്കുമ്പോൾ G7+1 8. ഇതെല്ലാം കൂടെ ചേർന്ന് ലോകത്തെ പ്രധാനപ്പെട്ട 20 രാജ്യങ്ങൾ ചേർന്ന G20 എന്ന 80% ഓഫ് ദി വേൾഡ് പവർ പൊട്ടൻഷ്യൽ, ഒരു 70% ലോക ജനസംഖ്യ, അതുപോലെ ഒരു ടെക്നോളജിയുടെയും എല്ലാത്തിൻ്റെയും ഒരു 70-80% ചേരുന്ന ഏതാണ്ട് ഒരു സൂപ്പർ യുണൈറ്റഡ് നേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. UN തരത്തിലുള്ള ചട്ടങ്ങളല്ല അവിടെ ബാധകമെങ്കിൽ പോലും G20 നിലവിൽ വന്നു. ആ റെജിമനിലാണ് ഇപ്പോൾ പോകുന്നത്. അവിടെയും ഒരു ഗ്രഡേഷനുണ്ട്. അമേരിക്കയ്ക്കാണ് അവിടെ മുഖ്യസ്ഥാനം. ഏതാണ്ട് 29 ട്രില്യൺ ഇക്കോണമിയായ അമേരിക്ക. അതിനുശേഷം ചൈന തൊട്ട് പിന്നിലുണ്ട്. ഏതാണ്ട് 18-19 ട്രില്യൺ ഡോളർ, ഏതാണ്ട് 10-11 ട്രില്യൺ ഡോളറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അമേരിക്കയും ചൈനയും തമ്മിൽ. നോക്കൂ, ഇന്ത്യ ഇവിടെ നിൽക്കുന്നത് വളരെ താഴെയാണ്. ഏതാണ്ട് ഇപ്പം നമ്മുടെ ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് കണക്കനുസരിച്ച് 2025 അവസാനിക്കുമ്പോൾ 4.2 ട്രില്യൺ അല്ലെങ്കിൽ 4.3 ട്രില്യൺ ഡോളർ മാത്രമാണ് ആകുന്നത് ഇന്ത്യൻ ഇക്കോണമി. തൊട്ട് മുകളിൽ ജർമ്മനിയും ജപ്പാനും ഒക്കെ ഉണ്ട്. അതും 4-4.5 ട്രില്യൺ ഡോളറാണ്. അതൊക്കെ മറികടക്കാൻ പറ്റും. ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാം. പക്ഷെ ചൈനയോട് കിടപിടിക്കണമെങ്കിൽ ഒരുപാട് കാലം മുന്നേറേണ്ടതുണ്ട്. നമ്മുടെ വളർച്ചാ നിരക്ക് വളരെ വലിയ രീതിയിൽ കുതിക്കേണ്ടതുണ്ട്. ചൈനയുടെ വളർച്ചാ നിരക്ക് സ്ഥിരമായി നിൽക്കുകയോ താഴേക്ക് പോവുകയോ ചെയ്യേണ്ടതുണ്ട്. ഇനിയുമാണ് ലോകക്രമത്തിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ട്രംപ് തുറന്നുവിട്ട ഭൂതം, കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം ലോകത്താകമാനം വലിയ ചലനങ്ങളാണ്. ചിലത് പോസിറ്റീവ്, ചിലത് നെഗറ്റീവ്. അപ്പോൾ ട്രംപ് 4 വർഷം അധികാരത്തിലുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഈ 4 വർഷത്തിനുള്ളിൽ വലിയ ചേഞ്ചസ് വരുമെന്ന് ലോകം വിശ്വസിക്കുന്നു. ട്രംപ് എന്ന ഒറ്റ വ്യക്തി ആണ് അതിൻ്റെ ഉള്ള കാറ്റലിസ്റ്റ്. അതേസമയം അമേരിക്കൻ സിസ്റ്റം ട്രംപിനോടൊപ്പം ഉണ്ട് എന്ന കൺസീവ്ഡ് നോഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ അമേരിക്കൻ സിസ്റ്റം ട്രംപിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം തന്നെ പിൻവലിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അമേരിക്കൻ ജനത ട്രംപിനോടൊപ്പം ആത്യന്തികമായി നിൽക്കേണ്ടി വരും. അമേരിക്കൻ ഘടനകൾ നിലനിൽപ്പിന് വേണ്ടി നിൽക്കേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഫെഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ ചുമതലക്കാരൻ ജെറോം പവൽ
ഒരു ഓപ്പൺ അഡ്മിഷൻ നടത്തി. അതാണ് ഈ ചേഞ്ച് ചെയ്യുന്നു, ലോകക്രമം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചന. അമേരിക്ക നാശത്തിലേക്ക് പോകുന്നു. അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവിൻ്റെ ചുമതലയുള്ള ജെറോം പവൽ പറയുന്നു, അമേരിക്കയിൽ വൻതോതിലുള്ള മാന്ദ്യം വരാൻ പോകുന്നു, വലിയ തോതിലുള്ള വിലക്കയറ്റം സംഭവിക്കാൻ ഉള്ള സാധ്യതയാണ് മുന്നിലുള്ളത്, ഭീമമായ തൊഴിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, പലിശ നിരക്കുകൾ കുറയ്ക്കേണ്ടി വരും, കൂടുതൽ കുറയ്ക്കേണ്ടി വരും, അമേരിക്കൻ ഓഹരി വിപണി നിലനിർത്താനാവാത്ത താഴ്ചകളിലേക്ക് പതിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിൻ്റെ സൂചന നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കഴിഞ്ഞ 3-4 വ്യാപാര ദിനങ്ങളിലെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കൂ. തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. ഏതാണ്ട് 85,000-ഓളം കഴിഞ്ഞ 2024 ഒക്ടോബറിൽ സെൻസെക്സ്, ബോംബെ ഓഹരി വിപണിയുടെ സൂചികയായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് 85,000-ഓളം പോയിന്റ് വരെ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസം എത്തിയതിനു ശേഷം തകർന്ന് ട്രംപ് വന്നപ്പോൾ ചെറിയ പ്രതീക്ഷ ഉണ്ടായെങ്കിലും അതിനുശേഷം കുത്തനെ ഇറക്കമായിരുന്നു. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഏപ്രിൽ 2-ാം തീയതിയിലത്തെ ടാരിഫ് പ്രഖ്യാപനത്തിന് ശേഷം കുത്തനെയാണ് തകർന്നത്. ഏതാണ്ട് 72,000 പോയിന്റ് വരെ തകർന്നതിന് ശേഷം കഴിഞ്ഞ 4 വ്യാപാര ദിനങ്ങൾ കൊണ്ട്, 4 ഇൻഡിവിജ്വൽ വ്യാപാര ദിനങ്ങൾ കൊണ്ട് 78,000 ലെവലിലേക്ക് സെൻസെക്സ് മുകളിലേക്ക് പോയി. അതിനർത്ഥം എന്താണ്? ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആർ നോക്കിംഗ് അറ്റ് ദ ഡോർസ് ഓഫ് ഇന്ത്യാസ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഒരു വിപണിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ സൂചന സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല. പക്ഷേ ഭാരതത്തിൻ്റെ ഭാവി മെച്ചമാണ്. അതുകൊണ്ട് ബുള്ളിഷ് ട്രെൻഡ് ഇവിടെ വരുന്നു. ലോകത്താകമാനമുള്ള വിപണികൾ പൂർണ്ണമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അമേരിക്കൻ വിപണി തകർന്നരിപ്പണമായി. അമേരിക്കൻ ഡോളർ, അമേരിക്കയുടെ അഭിമാനമാണ് ഡോളറിനെതിരെ വളരെ കാലത്തിന് ശേഷം ഇന്ത്യൻ റുപ്പി കരുത്താർജിക്കുന്നു. 85 എന്ന നിലയിലേക്ക്, ഒരു ഡോളർ 85 രൂപ എന്ന നിലയിലേക്ക് ഉടനെ തന്നെ വരും എന്ന സൂചനയാണ്. കാരണം 88 വരെയൊക്കെ തകർന്ന് അത് മുകളിലോട്ട് കയറി പയ്യെ മെച്ചമുണ്ടാക്കുന്നു. അമേരിക്കൻ ഡോളറിൻ്റെ വൻപൻ ശേഖരമാണ് ചൈനയ്ക്കുള്ളത്. അമേരിക്കയ്ക്ക് വെളിയിൽ അമേരിക്കൻ ഡോളർ ഏറ്റവും അധികം ഡോളറായി, ക്യാഷായി കൈവശം വച്ചിരിക്കുന്നത് ചൈനയാണ്. $1 ട്രില്യൺ ചൈനയുടെ കൈവശമുണ്ട്. അത് ചൈന എന്തു ചെയ്യും? വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുമോ, വിദേശ വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുമോ, ഗ്ലോബൽ കറൻസി എന്ന രീതിയിൽ ഉപയോഗിക്കുമോ നോക്കിയിരുന്ന് കാണേണ്ടതാണ്. അതോ അത് വിറ്റൊഴിയുമോ? അങ്ങനെയെങ്കിൽ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം താഴെ പോകും. വളരെ വലിയ ദോഷമാണ്. അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം താഴെ പോയാൽ അമേരിക്കൻ എക്സ്പോർട്സിന് നല്ലതാണ്. പക്ഷേ അമേരിക്ക നെറ്റ് ഇമ്പോർട്ടിംഗ് രാജ്യമാണെന്ന് ഓർക്കണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മിക്കതും അമേരിക്ക ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. അത് അമേരിക്ക തന്നെ തുടങ്ങി വെച്ച ഒരു തെറ്റായ പോളിസിയാണ്. എന്തുൽപാദനവും ചൈന ചെയ്യട്ടെ, മറ്റ് രാജ്യങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ ഉപഭോക്തം നടത്തിക്കൊള്ളാം. അതുകൊണ്ട് അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ ഒരു തിരിച്ചടിയാണ്. അത് മാത്രമല്ല, ചൈനയുടെ കയ്യിൽ മറ്റൊന്നു കൂടിയുണ്ട്. അമേരിക്കയുടെ ഈ ബോണ്ടുകൾ, ഇതിൽ വലിയ തോതിലാണ് ബോണ്ട് കൈവശമുള്ളത്. അപ്പം ഈ ബോണ്ട് വിപണി എന്ന് പറയുന്നത് വളരെ സജീവമാണ്. ഇപ്പോൾ കടപ്പത്രം ഇഷ്യൂ ചെയ്ത് അമേരിക്കയ്ക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഏറ്റവും സുരക്ഷിതമായ ലോകത്തെ നിക്ഷേപം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണുമടച്ച് പറയും അമേരിക്കൻ ട്രഷറി ബോണ്ട്. അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ മുടക്കിയ തുക തിരിച്ചു കിട്ടും, അതിന് പലിശയും കിട്ടും. അതുകൊണ്ട് അമേരിക്കൻ ബോണ്ട് വിപണി, ബോണ്ടുകൾ വൻതോതിൽ ഏതാണ്ട് $750 ബില്യൺ വർത്ത് ബോണ്ട് ചൈന തന്നെ കൈവശം വച്ചിരിക്കുന്നു. മറ്റേ പല രാജ്യങ്ങളിലും അമേരിക്കൻ ബോണ്ടുകളുണ്ട്. ഈ ബോണ്ടുകൾ അങ്ങ് വിൽക്കാൻ തുടങ്ങിയെന്ന് വെച്ചോ, ബോണ്ടിൻ്റെ വില താഴെ പോവും. പിന്നീട് ബോണ്ട് ഇഷ്യൂ ചെയ്യാനാവാതെ വരും. അമേരിക്കയ്ക്ക് ലോകത്തുനിന്ന് കടമെടുപ്പിനുള്ള അവസരം, ആഭ്യന്തരമായും വൈദേശികമായും കടമെടുപ്പിനുള്ള അവസരം ഇല്ലാതെ പോകും. എങ്ങനെ മുന്നോട്ട് പോകും? കാരണം 29 ട്രില്യൺ ഇക്കോണമിക്ക് തന്നെയാണ്. പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ലോകവ്യവസ്ഥ അമേരിക്ക തന്നെ കെട്ടിപ്പടുത്ത, അമേരിക്ക അധിഷ്ഠിതമായ ഒരു യൂണിപോളാർ വേൾഡിൽ അമേരിക്ക ഒരിക്കലും തകരില്ല എന്ന് കരുതിയ ആ അമേരിക്കൻ ടൈറ്റാനിക്, സാമ്പത്തിക ടൈറ്റാനിക്, ഫിനാൻഷ്യൽ ടൈറ്റാനിക് തകർന്നു വീഴാൻ എല്ലാ സാധ്യതയും കാണുന്നു എന്ന് ജെറോം പവലിൻ്റെ പ്രസ്താവനയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ
എന്താണ് ഇവിടെ, ഏത് രാജ്യങ്ങളാണ് നേടാൻ പോകുന്നത് ഈ മാറി വരുന്ന ലോകക്രമത്തിൽ? 2025 ലോകത്തൊരു ഈ ട്രേഡ് വാറിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന നിലയിൽ ലോകത്താകമാനം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചൈനയും അമേരിക്കയും കുറച്ച് കിതയ്ക്കാനാണ് സാധ്യത. രണ്ടും നോ കൺട്രി ക്യാൻ വിൻ എ ട്രേഡ് വാർ കോംപ്രിഹെൻസീവ്ലി. ചൈന ക്ലെയിംസ് ദാറ്റ് ചൈന മേ ഹാവ് എൻ എഡ്ജ്. അമേരിക്കയ്ക്ക് തിരിച്ചടികളുണ്ട്. തീർച്ചയായും അമേരിക്ക ഇപ്പോൾ ട്രംപും അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ പകരത്തീരുവ ചുങ്കങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉള്ളത് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചതിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ഒരു റിയലൈസേഷനാണ്. അതുകൊണ്ട് ലോകക്രമം മാറി വരുമ്പോൾ ഇന്ത്യ ഈസ് വെയിറ്റിംഗ് ഇൻ ദ വിങ്സ്. വളരെ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി നിൽക്കുകയാണ്. ഒരുപാട് ഈ കുത്തുവാക്കുകളും ഒരുപാട് പരിഹാസവചനങ്ങളും ഭാരതം കേട്ടു കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ. മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മോദി ഒരുപാട് പരിഹാസം കേട്ടു. കുറേയൊക്കെ അർഹിക്കുന്ന കാര്യവുമാണ്. പക്ഷേ ഭാരതം അധികം ശബ്ദിക്കാതിരുന്നതിൻ്റെ പ്രയോജനം വിപണികൾ തുറന്നു കിട്ടുകയാണ്. ചൈന ഒഴിവാക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഭാരതത്തിന് അവസരം തുറന്നു വരികയാണ്. ഒന്ന്, നമ്മുടെ പ്രൊഡക്ഷൻ, റെയർ എർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റം കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കി കഴിഞ്ഞാൽ മെച്ചപ്പെട്ട കയറ്റുമതി സാധ്യത നമുക്കുണ്ട്. നാളിതുവരെ വലിയ കയറ്റുമതി ചെയ്യാത്ത ആയുധങ്ങൾ ഉൾപ്പെടെ നമുക്ക് കയറ്റുമതി ചെയ്യാൻ, ആയുധ ഘടകങ്ങൾ ഉൾപ്പെടെ വെടിക്കോപ്പുകൾ ഉൾപ്പെടെ കയറ്റുമതി ചെയ്യാനുള്ള അന്തരീക്ഷം വരികയാണ്. അതുകൊണ്ട് ആകെ മാറ്റം മറിച്ചിലുകളുടെ ഒരു കാലഘട്ടം അതാണ് 2025 തുടങ്ങി വരുന്നത്. ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് മറ്റൊരു ലോകക്രമം തുടങ്ങുകയാണ്. അതായത് അമേരിക്ക അപ്പോഴും ഒരുപക്ഷെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായിട്ട് നിലനിൽക്കും. പക്ഷെ മറ്റ് പല പുതിയ പ്ലെയേഴ്സിനും കടന്നു വരാനുള്ള, ഇന്ത്യക്ക് ഒരുപക്ഷെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ലോകത്ത് വരാനുള്ള കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർ ക്യാപിറ്റ ഇൻകം കൂടി, കാരണം വിതരണ പ്രക്രിയ കുറച്ചുകൂടി മെച്ചമാകണം എങ്കിൽ മാത്രമേ പെർ ക്യാപിറ്റ ഇൻകം കറക്റ്റ് മാറിയെന്ന് പറയണമെങ്കിൽ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ ഉള്ള ഇന്ത്യക്കാരുടെ ആർത്തി പിടിച്ചുള്ള ഒഴുക്ക് കുറയുകയും അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്, കുറഞ്ഞു വരികയാണ് 1ാമത്തെ ട്രെൻഡ്. അതിപ്പോൾ തന്നെ അങ്ങനെ സംഭവിക്കുന്നു. 2, അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയാണ്. റിവേഴ്സ് മൈഗ്രേഷൻ, തിരിച്ച് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ എപ്പോൾ തീരുമാനിക്കും? അത് ഒരു അടുത്ത ദശകത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആത്യന്തികമായി ഇന്ത്യ ആൻഡ് ചൈന ആർ ദി സ്റ്റാർസ് ഓഫ് ദി ഇയേഴ്സ് ടു കം. ആ ഒരു പ്രതീക്ഷയാണ് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള. എന്നെ കേൾക്കുന്ന കൊച്ചുകുട്ടികൾ, ഇപ്പോൾ ഒരു പ്രായമായ ആളുകൾ കേൾക്കുമ്പോൾ അവർക്കിനി അവരുടെ കാലം മിക്കവാറും ഈ ഒരു ലോകക്രമത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇനി വരാനുള്ള ലോകക്രമത്തിൽ, വിപണിക്രമത്തിൽ, വിപണി യുദ്ധങ്ങളിൽ ഭാരതം തന്ത്രപരമായി നിന്നു കഴിഞ്ഞാൽ നേട്ടങ്ങളുടെ പെരുമഴക്കാലമുണ്ടാകും എന്ന ശുഭസൂചനയാണ് ഈ ട്രേഡ് വാറിൻ്റെ ആത്യന്തികമായ ബാക്കിപത്രം. കളമറിഞ്ഞ് കളിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ജാതിയുടെയോ മതത്തിൻ്റെയോ സങ്കുചിത ചിന്തയുടെയോ ഒക്കെ വേലിയേറ്റത്തിൽ ആ ഫോക്കസ് നഷ്ടപ്പെടാതിരുന്നാൽ ഭാരതത്തിന് ശുഭമായ പ്രതീക്ഷയുള്ള ഒരു ഭാവി ഉണ്ടാകും. താങ്ക് യു.